അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഇസ്രായേലിയരോട് പറയുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്തുകളാണ്. അതെന്തിന്? ഇതൊക്കെ കണ്ട് ഇതൊക്കെ അറിഞ്ഞനുഭവിച്ചിട്ട് ഇസ്രായേലിയർ എന്ത് ചെയ്തു? നന്ദി കേട് കാണിക്കാൻ തുടങ്ങി, മറുകര പറ്റിയിട്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല യാ ബനി ഇസ്രായീല ഖദ് അൻജൈനാകും മിൻ അദുവ്വികും വവഅദ്നാകും ജാനിബത്തൂരിൽ അയ്മൻ വനസ്സൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗദബി വമൻ യഹ്ലിൽ അലൈഹി ഗദബി ഫഖദ് ഹവാ വഇന്നി ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹാ സുമ്മ ഇഹ്തദാ. യാ ബനി ഇസ്രായേൽ. ഈ ബനു ഇസ്രായേൽ ഇസ്രായേൽ സന്തതികളാണ്. ഇസ്രായേൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്തതികളാണ് ബനു ഇസ്രായേൽ. അള്ളാഹു അവരെ വിളിക്കുകയാണ് യാ ബനി ഇസ്രായേൽ. വിശുദ്ധ ഖുർആൻ 40 സ്ഥലങ്ങളിൽ ഈ വിളി കാണാം, ഇസ്രായേലിയരെ വിളിച്ചത് യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്തതികൾ എത്രണ്ണ? ഇസ്രായേലിൻ്റെ സന്തതികൾ ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 12 മക്കളാണ്. 12 മക്കൾ. യൂസുഫ്, ബിൻയാമീൻ എന്നിവരുൾപ്പെടെ 12 മക്കളാണ്. അവരല്ല ഇവിടെ ഉദ്ദേശം ഈ വിളിയിൽ. അം കുന്തും ശുഹദാ ഇദ് ഹദറ യാഖൂബ് അൽ മൗത്ത് ഇദ് ഖാല ലി ബനീഹി എന്ന് പറയില്ലേ, അവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞു. അവിടെ ആ മക്കൾ ആരാണ്? ഈ 12 മക്കൾ തന്നെ. അതേസമയം ഇവിടെ യാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് എന്താണ്? ആ 12 മക്കളുടെ പരമ്പര ഉണ്ട്. അസ്ബാത്ത് എന്ന് പറയും. അസ്ബാത്ത് വഖത്തഅനാഹും ഫിൽ അർളി അസ്ബാതൻ ഉമമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നാം അവരെ ഭൂമിയിൽ അസ്ബാതൻ ഉമമ ആക്കിയിട്ട് എന്ത് ചെയ്തു? വിട്ടു എന്നാണ്. അസ്ബാതൻ ഉമമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 12 മക്കൾക്കും എന്താണ് ഓരോ ഖൗമ്. അറബികളിൽ ഖബായില് ഗോത്രങ്ങളുണ്ടല്ല, കബീലകൾ. അതേപോലെയാണ് ഇസ്രായേലിയരിൽ അസ്ബാത്ത്, ഈ 12 മക്കളുടെയും പിന്മുറക്കാർ. അതാണ് നമ്മൾ യഹൂദയുടെ മക്കൾ, അതേപോലെ തന്നെ ലാവിയുടെ മക്കൾ, ലേവിയന്മാർ, എങ്ങനെ ഒക്കെ പറയണത്. അതിൽ രാജാക്കന്മാർ, നബിമാർ, ഇങ്ങനെ പുരോഹിതന്മാർ ഒക്കെ ഇങ്ങനെ ഓരോ ഇതിലുള്ള ടീമാണ്. ഏതായാലും ഈ അവരെയാണ് വിളിക്കുന്നത് യാ ബനി ഇസ്രായേൽ. പിൽക്കാലത്ത് ഈ ഇസ്രായേൽ പരമ്പരയിൽ ഉണ്ടായവർ അവരെയാണ് വിളിക്കുന്നത് യാ ബനി ഇസ്രായേൽ. ഖദ് അൻജൈനാകും മിൻ അദുവ്വികും. അതാ ഖദ് അൻജൈനാകും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തി. ഖദ് അൻജൈനാകും, തീർച്ചയായും നാം നിങ്ങളെ രക്ഷപ്പെടുത്തി. മിൻ അദുവ്വികും, നിങ്ങളുടെ അദുവിൽ നിന്ന്. നിങ്ങളുടെ അദുവാര ഫിറൗൻ്റെ ആളുകളാണ്. മിൻ അദുവ്വികും, നിങ്ങളുടെ ശത്രുവിൽ നിന്ന്. അത് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു ഇവിടെ എണ്ണിയത് 1 അൻജൈനാകും മിൻ അദുവ്വികും വവഅദ്നാകും ജാനിബത്തൂർ അൽ അയ്മൻ. വവഅദ്നാകും, നാം നിങ്ങൾക്ക് വാഗ്ദാനം നൽകി. വവഅദ്നാകും, നാം നിങ്ങൾക്ക് വാഗ്ദാനം നൽകി. എന്താണ് വാഗ്ദാനം നൽകിയത്? ജാനിബത്തൂർ, അത്തൂറിൻ്റെ ഒരു ഭാഗം. ജാനിബത്തൂർ, അത്തൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പർവ്വതമാണ്. തൂർ എന്നുള്ളത് പർവ്വതങ്ങൾക്ക് പറയും മൊത്തത്തിൽ. പക്ഷെ ഇവിടെ അത്തൂറാണ്. അത്തൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൈനായിൽ പ്രത്യേകം പർവ്വതമാണ്. ജാനിബ് അത്തൂർ, അത്തൂറിൻ്റെ ജാനിബ്. ഏത് ജാനിബ്? അൽ ഐമൻ. ഐമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലതു ഭാഗത്തിനാണ് പറയുക. അൽ ഐമൻ. ആരുടെ വലതു ഭാഗം? പർവ്വതത്തിന് വലതും ഇടതും ഉണ്ടോ? ഇല്ല. പിന്നെയോ മിസ്റിൽ നിന്ന് ഷാമിലേക്ക്, അല്ലെങ്കിൽ മിസ്റിൽ നിന്ന് മറുകരയിലേക്ക് വരുമ്പോൾ ഒരാളുടെ വലതു ഭാഗം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൽ നിന്ന് വരുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വലതു ഭാഗം. അതാണ് ജാനിബത്തൂർ അൽ ഐമൻ, തൂർ പർവ്വതത്തിൻ്റെ ഒരു ഭാഗം. നിങ്ങൾക്ക് നാം വാഅദ്നാകും, നിങ്ങൾക്ക് നാം വാഗ്ദാനം ചെയ്തു. എന്താ ഈ വാഅദ്നാകും ജാനിബത്തൂർ അൽ ഐമൻ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഇസ്രായേലിയർക്കുള്ളൊരു അനുഗ്രഹം അവർ ഓർമ്മിപ്പിക്കുകയാണല്ലോ. അപ്പോൾ എന്താണ് അവിടെ ഒരു അനുഗ്രഹം? എന്താ അനുഗ്രഹം? ഇസ്രായേലിയർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. വവഅദ്നാകും ജാനിബത്തൂർ അൽ ഐമൻ. കാരണം അവിടെ അതായത് ഇസ്രായേലിയർക്ക് സന്മാർഗത്തിന്, സൽപാന്താവിന് വേണ്ട തൗറാത്ത്, അൽവാഹ്, അത് കനിയപ്പെട്ടത് എവിടെയാണ്? ഇവിടെ വെച്ചാണ്. വവഅദ്നാ മൂസ 30 ലൈലതൻ സുമ്മ അത്മംനാഹ ബിഅശ്രിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. മൂസാക്ക് അള്ളാഹു 30 ദിവസം ആദ്യം വാഗ്ദാനം ചെയ്തു അള്ളാഹുമായിട്ട് സന്ധിക്കാൻ, ഈ തൂറിൻ്റെ ജാനിബിലേക്ക് വരാൻ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല 40 ആക്കി പൂർത്തീകരിച്ചു. അങ്ങനെ 40 നാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന് അവിടെ നിന്ന് അൽവാഹകളുണ്ടല്ലോ, ഏടുകൾ, തൗറാത്ത് നേടിയില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശം. അതാണ്
വഅദ്നാകും ജാനിബത്തൂർ, തൂറിൻ്റെ ജാനിബിനെ നിങ്ങൾക്ക് നാം വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ ആ ജാനിബിൽ വെച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ഞാൻ എന്ത് ചെയ്യും, സംസാരിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവിടെ വെച്ചിട്ട് തൗറാത്ത് നൽകും. ആ തൗറാത്താണ് നിങ്ങൾക്ക് എന്ത്, ആ ഇഹലോകത്തിൽ സന്മാർഗികളായി ജീവിക്കാൻ, പരലോകത്ത് സന്മാർഗികൾക്കുള്ള അനുഗ്രഹം, സ്വർഗം നേടാൻ ഉള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് അതിനാക്കും നിങ്ങൾക്ക് നാം വാഗ്ദാനം ചെയ്ത് ജാനിബ് അത്തൂർ, അത്തൂറിൻ്റെ ഒരു ഭാഗത്തെ, അത് അൽ ഐമൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വലത് ഭാഗത്തുള്ള ഭാഗമാണ്.